നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച വിരാട് കോഹ്ലിയെ അനുമോദിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദന സന്ദേശത്തിന് നന്ദി അറിയിച്ച് കിങ് കോഹ്ലി. താങ്കളുടെ നല്ല വാക്കിനും പിന്തുണയ്ക്കും പ്രോത്സാഹത്തിനും നന്ദി. കപ്പ് നേടിയ ഈ ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. മുഴുവൻ രാജ്യത്തിന്റെയും സന്തോഷം ഞങ്ങളെ ആഴത്തിൽ സ്പർശിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തതായും കോഹ്ലി പറഞ്ഞു. T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ നാനാഭാഗത്തു നിന്നും ആശംസാ പ്രവാഹമാണ് ടീം ഇന്ത്യക്ക് ലഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ ടീമും ഒപ്പം ഫൈനലിൽ തിളങ്ങിയ വിരാട് കോഹ്ലിക്കും ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. കോഹ്ലിയുടെ ഫൈനലിലെ ഇന്നിംഗ്സ് മികച്ചതായിരുന്നുവെന്നും T20 ക്രിക്കറ്റ് തങ്ങളെ മിസ് ചെയ്യുന്നുവെന്നും പുതിയ തലമുറയിലെ കളിക്കാരെ തങ്ങൾ തുടർന്നും പ്രചോദിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നതായും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരുന്നു. ഈ ട്വീറ്റിനുള്ള മറുപടിയായാണ് വിരാട് കോഹ്ലിയുടെ ട്വീറ്റ്. ഫൈനലിൽ കോഹ്ലിയുടെ 59 പന്തിൽ 76 മികച്ച ഇന്നിംഗ്സ് ആണ് പൊരുതാവുന്ന സ്കോർ ഇന്ത്യക്ക് സമ്മാനിച്ചത്. ഇന്ത്യൻ ബൌളിംഗ് നിരയുടെ മികച്ച പ്രകടനം കൂടിയായപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 7 റൺസിന്റെ മൂന്നാം വിജയം നേടുന്നതിനോടൊപ്പം തന്നെ ACC കിരീടത്തിനായുള്ള 11 വർഷത്തെ കാത്തിരിപ്പും വിരാമമിടുകയായിരുന്നു. അതേസമയം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനോടുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി നൽകും. കൃഷിയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ആവശ്യമായ വായ്പകളും ആനുകൂല്യങ്ങളും നൽകുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ കള്ളപ്രചരണങ്ങൾക്കും അഗ്നിവീർ നീറ്റ് പരീക്ഷകളിലെ പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള മറുപടിയും പ്രധാനമന്ത്രി നൽകുമെന്നാണ് സൂചന. അഗ്നിവീറിനെ സംബന്ധിച്ച് ലോക്സഭയിൽ രാഹുൽ ഉന്നയിച്ച കാര്യങ്ങൾ കള്ളമാണ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ തുറന്നടിച്ചിരുന്നു. അഗ്നിവീർ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിക്കുകയാണെങ്കിൽ ധനസഹായം നൽകില്ലെന്ന് രാഹുലിന്റെ വാദം തെറ്റാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. ഇതിനോടകം 1 കോടി രൂപ ധനസഹായം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. രാഹുലിന്റെ കള്ളപ്രചരണങ്ങൾക്കെതിരെ സ്പീക്കർക്ക് BJP പരാതി നൽകിയിട്ടുണ്ട്. സ്പീക്കറെ അപമാനിക്കാൻ ശ്രമിച്ച രാഹുലിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയെ താണു വണങ്ങുന്ന സ്പീക്കറാണ് നമുക്കുള്ളതെന്ന രാഹുലിന്റെ പരാമർശവും സനാതന ധർമ്മത്തെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനയും വ്യാപക വിമർശനത്തിന് വഴിവെച്ചിരുന്നു. അധ്യക്ഷനെ അഭിമാനിക്കുന്ന തരത്തിലുള്ള രാഹുലിന്റെ പ്രസ്താവനയിൽ കർശന നടപടി സ്വീകരിക്കണം. ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങളാണ് രാഹുൽ നടത്തിയിരിക്കുന്നതെന്നും ഇത് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെയാണ് എന്നും BJP പറഞ്ഞു. സനാതന ധർമ്മത്തെ അപമാനിച്ച് രാഹുൽ പരസ്യമായി മാപ്പ് പറയണമെന്നാണ് ഭരണപക്ഷത്തിന്റെ ആവശ്യം. കൂടാതെ തന്നെ പാർലമെന്റ് പ്രസംഗത്തിന് മുൻപായി രാവിലെ 9:30 NDA പാർലമെന്ററി പാർട്ടി യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ഭരണകക്ഷി MP മാരെ അഭിസംബോധന ചെയ്യുന്നത്.